Hi all. അപ്പോൾ ഇന്ന് മിസ് പറയാൻ പോകുന്നത് സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്സിനകത്തുള്ള RL Decay Transient. RL Transient ഞാൻ RL സർക്യൂട്ടും RC സർക്യൂട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ മോസ്റ്റ്ലി എക്സാമിന് എപ്പോഴും essay ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കുന്നത് Decay Transient തന്നെയാണ്. ട്രാൻസിയന്റ് ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റൻ essay ന്യൂമറിക്കൽ ഉണ്ടാവും. അപ്പൊ അതില് RL Decay Transient ആണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇതിന്റെ ഡെറിവേഷനും എഴുതിയിട്ട് ഒരു പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്യാം മിസ്. അപ്പൊ നമുക്ക് നോക്കാം. നോക്കിക്കോ, ഞാൻ ഇവിടെ ഇപ്പൊ RL Decay Transientന്റെ പിക്ചർ വരച്ചിട്ടുണ്ട്. സ്വിച്ച് ഈസ് ഇൻ 2 പൊസിഷൻസ് ആണ്, 1ഉം 2ഉം. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സപ്ലൈ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ സ്വിച്ച് ഈസ് ഇൻ പൊസിഷൻ 1ൽ വരും. 1ൽ വരുമ്പോൾ ദ കറണ്ട് ഒക്കർ I of t അല്ലെ, I of t ഈസ് ഈക്വൽ ടു നമ്മൾ ആദ്യം ഞാൻ മറ്റേ ഏത് എഴുതിയത് RL Transient എഴുതിയത് പോലെ E/R ഇൻറ്റു 1 മൈനസ് E റേസ് ടു മൈനസ് R/L ഇൻറ്റു ടി എന്ന് കിട്ടും. ഇതാണ് ഫസ്റ്റ് കേസ് പറയുന്ന കറണ്ട് I of t ഈസ് ഈക്വൽ ടു E/R ഇൻറ്റു 1 മൈനസ് E റേസ് ടു മൈനസ് R/L ഇൻറ്റു ടി. അത് കഴിഞ്ഞിട്ട് ഫൈനൽ സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയുന്നത്, ഫൈനൽ സ്റ്റഡി സ്റ്റേറ്റിലെ കറണ്ട് എന്ന് പറയുന്നത് I ഈസ് ഈക്വൽ ടു E/R വരും. ഓക്കെ, ഫൈനൽ സ്റ്റഡി സ്റ്റേറ്റ് കറണ്ട് I ഈസ് ഈക്വൽ ടു E/R വരും. ഇത് രണ്ട് പൊസിഷൻ 1ൽ വെച്ചിട്ട് സംഭവിക്കുന്നതാണ്. ഡെറിവേഷൻ ആ പറയുന്നത്. അപ്പൊ പൊസിഷൻ 1ൽ വെച്ചിട്ട് ഫസ്റ്റ് കേസ് I of t ഈസ് ഈക്വൽ ടു E/R ഇൻറ്റു 1 മൈനസ് E റേസ് ടു മൈനസ് R/L ഇൻറ്റു ടി. ആൻഡ് ദ സെക്കൻഡ് കേസ് I ഈസ് ഈക്വൽ ടു E/R എന്ന് കിട്ടി. ഇനി നമ്മൾ പറയാനുള്ളത് ഇൻ ദ പൊസിഷൻ 2ലേക്ക് വരുമ്പോഴാണ്. when the switch is in position 2, ഇവിടെ ഞാൻ പൊസിഷൻ 2 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അത് സ്വിച്ച് ഈസ് ഇൻ പൊസിഷൻ 2. പൊസിഷൻ 2ൽ വരുമ്പോ ടോട്ടൽ കറണ്ട് I of t ഈസ് ഈക്വൽ ടു സെക്കൻഡ് ലൂപ്പ് നോക്കണം. സെക്കൻഡ് ലൂപ്പ് ഇതാ, സെക്കൻഡ് പൊസിഷൻ വരുന്ന ലൂപ്പ് ഇതാ. ഇവിടെ സപ്ലൈ ഉണ്ടോ? ഇല്ല. ദാറ്റ് മീൻസ് 0. പിന്നെ എന്താ ഉള്ളത്? കറണ്ട് സർക്കുലേറ്റ് ചെയ്യുന്ന റെസിസ്റ്റൻസിൽ കൂടെയും ഇൻഡക്ടറിൽ കൂടെയും അല്ലെ. അപ്പൊ ദാറ്റ് മീൻസ് IR പ്ലസ് L ഇൻറ്റു di/dt. IR പ്ലസ് L ഇൻറ്റു di/dt. ഇനി എന്താ ചെയ്യാനുള്ളേ? ടേക്കിംഗ് ലാപ്ലേസ് ട്രാൻസ്ഫോം അല്ലെ, ടേക്കിംഗ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ 0 എടുത്ത് 0 തന്നെയാ. L of IR പ്ലസ് ലാപ്ലേസ് ഓഫ് L ഇൻറ്റു di/dt. R കോൺസ്റ്റന്റ് അല്ലേ ലാപ്ലേസ് എടുക്കുമ്പോ? R കോൺസ്റ്റന്റ്, ദാറ്റ് ഈസ് R ഇൻറ്റു L of I എന്ന് പറയുന്ന I of S പ്ലസ് L ഇൻറ്റു di/dt. di/dt ലാപ്ലേസ് എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും മക്കളെ? L ഇൻറ്റു I of S മൈനസ് ഫസ്റ്റ് ഡെറിവേറ്റീവ് I of S മൈനസ് I of 0 എന്ന് കിട്ടും. ആണോ? I of S മൈനസ് I of 0 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ നിന്നിട്ട് നമുക്ക് എന്തൊക്കെയുണ്ട്? I of S പ്ലസ് I of S L ഇൻറ്റു I of 0 എന്ന് കിട്ടി. ഇനി എന്താ ചെയ്യാനുള്ളത്? നമ്മള് ദിസ് I of 0 ഇല്ലേ, ഇവിടെ ഒരു I of 0 കിടക്കുന്നില്ലേ, ദിസ് I of 0 ഇസ് ദ ട്രാൻസിയന്റ് കണ്ടീഷൻ. നമ്മുടെ സെക്കൻഡ് കേസ് പറഞ്ഞായിരുന്നല്ലോ, ഫൈനൽ പൊസിഷൻ I ഈസ് ഈക്വൽ ടു E/R. ഈ I ഈസ് ഈക്വൽ ടു E/R എടുത്ത് നമ്മൾ ഇവിടെ I of 0ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും R ഇൻറ്റു I of S പ്ലസ് LS I of S മൈനസ് L ഇൻറ്റു E/R അല്ലെങ്കിൽ E/R ഇൻറ്റു L എന്ന് കിട്ടും. ഇനി ഇവിടെ നിന്ന് നമുക്ക് എന്തെടുക്കാം? I of S കോമൺ എടുക്കാം. ദാറ്റ് ഈസ് I of S ഇൻറ്റു R പ്ലസ് LS മൈനസ് E/R ഇൻറ്റു L. കിട്ടിയോ? I of S ഇൻറ്റു R പ്ലസ് LS മൈനസ് E/R ഇൻറ്റു L എന്ന് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ ലാപ്ലേസ് ചെയ്യാൻ മാറ്റാൻ പോവാണ്. I of t കണ്ടുപിടിക്കണം. I of S ആണല്ലേ. I of t കണ്ടുപിടിക്കാൻ ആദ്യം I of S ഇൻറ്റു R പ്ലസ് LS ഇസ് ഈക്വൽ ടു ഞാൻ E/R ഇൻറ്റു L എന്ന് കൊടുത്തു. അവിടെ മൈനസ് ആയിരുന്നത് ഈക്വൽ ടുവിന് അപ്പുറേ കൊണ്ടുപോയി. ദാറ്റ് ഈസ് I of S ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? E/R ഇൻറ്റു L ഡിവൈഡഡ് ബൈ R പ്ലസ് LS. ഇനി ഇവിടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്ത് റൂട്ട്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഡിനോമിനേറ്റർ S ഇൻറ്റു S പ്ലസ് എ ഫോമാറ്റ്. ഇവിടെ S ഇല്ല, S പ്ലസ് എ ഫോമാറ്റ് മാറ്റാൻ വേണ്ടി ഇവിടെ എസിന്റെ കൂടെ ഒരു L കോഎഫിഷ്യന്റ് ഉണ്ട്. ഇതിനെ കോമൺ എടുത്ത് മാറ്റിയാൽ S പ്ലസ് എന്നുള്ള ടേമിലോട്ട് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? E/R ഇൻറ്റു L ഡിവൈഡഡ് ബൈ L കോമൺ എടുക്കുക, S മാത്രമാക്കാൻ. L കോമൺ എടുത്താൽ R/L പ്ലസ് S കിട്ടിയല്ലോ. ദാറ്റ് മീൻസ് E/R ഇൻറ്റു L ഡിവൈഡഡ് ബൈ S പ്ലസ് R/L ഇൻറ്റു L അല്ലേ. ന്യൂമറേറ്ററിൽ ഒരു L ഉണ്ട്, ഡിനോമിനേറ്ററിൽ ഒരു L ഉണ്ട്. അപ്പൊ ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാലോ. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്?
ഇ ബൈ ആർ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് ആർ ബൈ എൽ എന്ന് കിട്ടി. ഓക്കെ, ഇ ബൈ ആർ ഡിവൈഡ് ബൈ എസ് പ്ലസ് ആർ ബൈ എൽ എന്ന് കിട്ടി. ഇനി ഞാനിവിടെ ബോർഡ് മായ്ക്കുവാണെ, ബാക്കി അങ്ങോട്ട് എഴുതാം. ഇ ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഇ ബൈ ആർ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് ആർ ബൈ എൽ. നമുക്ക് എന്താ വേണ്ടത്? ഐ ഓഫ് ടി ആണ് വേണ്ടത്. ദാറ്റ് മീൻസ് ഇതിന്റെ എൽ ഇൻവേഴ്സ് എടുക്കണം. ഐ ഓഫ് ടിയുടെ ലാപ്ലേസ് ഇൻവേഴ്സ് എടുത്താൽ ഐ ഓഫ് ടി ടൈം ഡൊമൈനിൽ കിട്ടും. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇതിനെ ഒരു ന്യൂമറേറ്റർ എ ഡിവൈഡ് ബൈ എസ് പ്ലസ് ആർ ബൈ എൽ ആണെന്ന് കൊടുത്തു, വിച്ച് ഇസ് ഈക്വൽ ടു ഇ ബൈ ആർ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് ആർ ബൈ എൽ. എന്നിട്ട് എ കണ്ടുപിടിക്കാൻ പോവാ. ദാറ്റ് ഇസ് എ ഇസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എസ് പ്ലസ് ആർ ബൈ എൽ ഇൻറ്റു ഇ ബൈ ആർ ഡിവൈഡ് ബൈ എസ് പ്ലസ് ആർ ബൈ എൽ. ഇത് പക്കാ ദ പാർഷ്യൽ ഫ്രാക്ഷൻ, നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുള്ള പാർഷ്യൽ ഫ്രാക്ഷൻ. ഇനി ഞാൻ എന്ത് ചെയ്തു? അറ്റ് മൾട്ടിപ്ലൈ ദ ടേം ടെൻസ് ടു 0, ദാറ്റ് ഈസ് എസ് പ്ലസ് ആർ ബൈ എൽ ഇസ് ഈക്വൽ ടു 0, ദാറ്റ് ഈസ് എസ് ഇസ് ഈക്വൽ ടു മൈനസ് ആർ ബൈ എൽ. ഇവിടെ എസ് പ്ലസ് ആർ ബൈ എല്ലും എസ് പ്ലസ് ആർ ബൈ എല്ലും ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്താൽ ഡയറക്ട്ലി എ ഇസ് ഈക്വൽ ടു ഇ ബൈ ആർ എന്ന് കിട്ടി. അപ്പൊ എയുടെ വാല്യൂ ഇ ബൈ ആർ ആണെന്ന് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാനുള്ളത്? ലാപ്ലേസ് ഇൻവേഴ്സ് എടുക്കാം. ഐ ഓഫ് എസ് ആണ് ഈ കിടക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഐ ഓഫ് ടി ഈസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് ദിസ് ഫംഗ്ഷൻ, ദാറ്റ് ഈസ് ഇ ബൈ ആർ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് ആർ ബൈ എൽ, which is equal to e by r being a constant, e by r into L inverse of 1 by s plus r by l. 1 by s plus a യുടെ ലാപ്ലേസ് ഇൻവേഴ്സ് എന്താ? 1 by s plus a യുടെ ലാപ്ലേസ് ഇൻവേഴ്സ് e raised to minus a ആണ്. 1 by s plus a e raised to minus a into t. അപ്പോ ഇവിടെ L ഇൻവേഴ്സ് ഓഫ് 1 by s plus r by l ആണ്. ദാറ്റ് മീൻസ് ഇതിന്റെ ഇൻവേഴ്സ് ഞാൻ ഇങ്ങോട്ട് എഴുതാമേ. ഐ ഓഫ് ടി ഈസ് ഈക്വൽ ടു, കാണാമോ? ഐ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇ ബൈ ആർ ഇൻറ്റു e raised to minus r by l into t. This is the transient, decay transient in the current I of t is equal to e by r into e raised to minus r by l into t എന്ന് കിട്ടി. ഇനി ഇതിനകത്ത് at the time decay സംഭവിക്കുമ്പോൾ, decaying ആവുമ്പോൾ the time t is equal to capital T, which is equal to നമുക്ക് L by R എന്ന് കൊടുക്കാം. decay കണ്ടുപിടിക്കാൻ 36% ആണ് കറണ്ട്, അത് കണ്ടുപിടിക്കാൻ പോവാ. അപ്പൊ ഡീക്കേയിങ് ആകുമ്പോൾ ടി ഈസ് ഈക്വൽ ടു എന്താണ്? ഇൻഡക്റ്റൻസ് ബൈ റെസിസ്റ്റൻസ് കണ്ടീഷൻ. ദാറ്റ് മീൻസ് ഇവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നു? ടി കെ ഐ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇ ബൈ ആർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആർ ബൈ എൽ ഇൻറ്റു എൽ ബൈ ആർ, വിച്ച് ഇസ് ക്യാൻസൽ ചെയ്ത ഇ ബൈ ആർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് 1. അപ്പൊ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് 36.8% ഓഫ് ഇ ബൈ ആർ. അപ്പൊ ഇവിടെ നമുക്ക് പറയാവുന്ന ഒരു ഡയലോഗ് എന്ന് പറഞ്ഞാൽ, ഫോർ ഡിക്കേയിങ് സർക്യൂട്ട്, അതായത് ഡികേ സർക്യൂട്ട്, ഫോർ ഡിക്കേയിങ് സർക്യൂട്ട് ദ ടൈം കോൺസ്റ്റന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ടൈം റിക്വയർഡ് ടു റീച്ച് 36.8% ഓഫ് ദ ഇനിഷ്യൽ കണ്ടീഷൻ. ഇനിഷ്യൽ കണ്ടീഷന്റെ 36.8% വരെ എത്താൻ എടുക്കുന്ന ടൈമിനെയാണ് ടൈം കോൺസ്റ്റന്റ് ഓഫ് ഡികേ സർക്യൂട്ട്. മനസ്സിലായോ? For decay circuit, the time constant is defined as the time required to reach 36.8% of the initial condition or the initial case. ആദ്യത്തെ കേസിൽ 36.8% വരെ എത്താൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ ഡികേ സർക്യൂട്ടിന്റെ എന്തെന്ന് പറയുന്നത്? ടൈം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇവിടെ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം എഴുതിയിട്ടുണ്ട്. എ സീരീസ് ആർ എൽ സർക്യൂട്ട് വിത്ത് ആർ ഇസ് ഈക്വൽ ടു 100 ohm, എൽ ഇസ് ഈക്വൽ ടു 20 Henry has a DC voltage of 200 volt applied through a switch at time t is equal to 0. T is equal to 0 seconds ലാണ് കൊടുത്തിരിക്കുന്നത്. Find the equation of current and voltage across different elements. RL ആണല്ലോ, അപ്പൊ R കൂടിയുള്ള വോൾട്ടേജും L കൂടിയുള്ള വോൾട്ടേജും കറണ്ട് കണ്ടുപിടിക്കണം നിങ്ങൾ. And you need to find the current at t is equal to 0.5 seconds and 1 second. ടൈം ടി അസൈൻ ചെയ്താൽ മതി. ഫസ്റ്റ് നമുക്ക് എന്ത് തന്നെ ചെയ്യാം? നിങ്ങളൊരു ഫിഗർ വരയ്ക്കണേ. ജസ്റ്റ് ഒരു RL സർക്യൂട്ട് ഇങ്ങനെ വരും. ഒരു RL സർക്യൂട്ട് വന്നു, ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട് 20 വോൾട്ട് ഡി സി അല്ലേ, 200 വോൾട്ട് ഡി സി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു RL നിങ്ങൾ വരച്ചിടുക. ജസ്റ്റ് വരച്ചിട്ട് ഞാൻ ഇതിപ്പോ തന്നെ മായ്ക്കും, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി വരച്ചതാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ എന്താ കണ്ടുപിടിക്കാനുള്ള? ആദ്യമേ തന്നെ ഫസ്റ്റ് കേസ് ചെയ്യുന്നത് ഐ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താ? ഇ ബൈ ആർ ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് ആർ ബൈ എൽ ഇൻറ്റു ടി. എല്ലാം തന്നെ നമുക്ക് അറിയാം. ഇ എന്ന് പറയുന്ന 200 വോൾട്ട് തന്നിട്ടുണ്ട്, ആർ എന്ന് പറയുന്നത് 100 ohm ആണ്. 1 മൈനസ് ഇ റേസ് ടു മൈനസ് ആർ എത്രയാ? 100/20 100/20 ഇൻറ്റു ടി. ഇപ്പൊ തന്നെ ഇക്വേഷൻ കിട്ടി.
That is 2 into 1 minus e raised to minus 100 by 20 is 5t. This is the equation of current. Alle, this is the equation of current. Second question എന്തായിരുന്നു? Find the equation of current and voltage across different elements. അപ്പൊ നമ്മൾ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം V is equal to എന്താണ്? വോൾട്ടേജിന്റെ ഇക്വേഷൻ എന്താണ്? I into R ആണ്. ഇവിടുത്തെ ബേസിസ് നമ്മൾ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? വോൾട്ടേജ് V is equal to I of t into R ഉം I of t into L into di by dt എന്നും വരും. 2 into 1 minus e raised to minus 5t into R എത്രയാ? 100. That is 200 into 1 minus e raised to minus 5t എന്ന് കിട്ടും. നമ്മുടെ എന്ത്? വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ. ടൈം അസൈൻ ചെയ്യണം, അതെടുത്ത ക്വസ്റ്റ്യൻ. വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ. ഞാൻ ഫസ്റ്റ് ക്വസ്റ്റിന്റെ കറണ്ട് കണ്ടുപിടിച്ച മായ്ക്കുക, നിങ്ങൾ എഴുതിയെടുക്കണേ. അപ്പൊ വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ എന്ന് പറയുന്നതും ഓൾസോ ഇങ്ങനെ തന്നെയാണ്. ബിക്കോസ് വോൾട്ടേജ് V is equal to L into di by dt ആ. I of t by dt ആണ്. കറണ്ട് എന്ന് പറയുന്നത് L എത്രയാ തന്നിട്ടില്ല? 20 into d by dt of എന്താ കിട്ടുക? കറണ്ട് എത്രയായിരുന്നു? 2 into 1 minus e raised to minus 5t എന്ന് കിട്ടി. ആണോ? അപ്പോ ഇവിടെ ഉണ്ട് into ഈ 2 കോൺസ്റ്റന്റ്. Then d by dt of എന്താ ചെയ്യാനുള്ള? 1 minus e raised to minus 5t. 1 minus, that is 20 into 2 40. 40 into d by dt of 1 minus 1 into the 0. d by dt of 1 is 0. d by dt of e raised to minus 5t എന്താ വരിക? Minus of minus 5 into e raised to minus 5t. അല്ലേ? That is 40 into 5 e raised to minus 5t. 40 into 5 is 200. 200 into e raised to minus 5t. ഇതെല്ലാം കൂടെ മിസ് ഒരിടത്ത് എഴുതാമേ. എഴുതാട്ടോ. 200 e raised to minus 5t. അപ്പൊ വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ 200 into e raised to minus 5t. വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ 200 into 1 minus e raised to minus 5t ആണ്. ഇത് രണ്ടും വാല്യൂസ് എഴുതാം. then തേർഡ് ക്വസ്റ്റ്യൻ എഴുതാം. നോക്കിയോ, ഫൈൻഡ് ദ ടൈം കറണ്ട് at t is equal to 0.5 seconds and 1 second അല്ലേ? അപ്പോ കറണ്ട് നമ്മുടെ ഇക്വേഷൻ എന്താ? I of t is equal to 2 into 1 minus e raised to minus 5t അല്ലേ? അതിലെ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് t is equal to 0.5. അപ്പൊ എന്താ കിട്ടുക? 2 into 1 minus e raised to minus 5 into 0.5. 0.5. രണ്ടാമത്തെ കേസ് ബി എന്ന് പറയുന്നത് t is equal to 1 second. That is equal to 2 into 1 minus e raised to minus 5 into 1. വാല്യൂസ് എഴുതാട്ടോ. കിട്ടിയോ? കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഇനി ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം കൂടെ ഞാൻ ഇവിടെ ചെയ്യാൻ പോവാണ്. അത് മിക്കവാറും ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്, അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ ചെയ്യുന്നത്. ഫൈൻഡ് ദ ടൈം അറ്റ് വിച്ച് ER is equal to EL. അതായത് വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ ബിക്കം ഈക്വൽ ടു വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ ആകുമ്പോൾ ഉള്ള ടൈം കണ്ടുപിടിക്കാൻ ഈസിയാ. ER is equal to EL എന്ന് കൊടുത്തു. That is 200 into 1 minus e raised to minus 5t is equal to 200 into e raised to minus 5t. എങ്ങനെ ചെയ്യും? 200 minus 200 e raised to minus 5t is equal to 200 e raised to minus 5t. That is 200 is equal to 200 e raised to 5t plus 200 e raised to 5t. അപ്പൊ എന്താ കിട്ടുക? 400 e raised to minus 5t is equal to 200. That is e raised to minus 5t is equal to 200 divided by 400. This is 1 by 2. അല്ലെ? 1 by 2 എന്ന് പറയുന്നത് 0.5 എന്ന് കിട്ടി. ഇനി e raised to minus 5t is equal to 0.5. e raised to minus 5t നെ 5t ആക്കാൻ എന്ത് ചെയ്താൽ മതി? ലോഗരിതം എടുത്താൽ മതി. അപ്പൊ ലോഗ് എടുക്കുമ്പോ ടേക്കിംഗ് ലോഗരിതം, ലോഗ് എടുക്കുമ്പോ മൈനസ് 5t is equal to log 0.5 എന്ന് കിട്ടും. ഇതിൽ നിന്ന് t is equal to 0.138 എന്ന് കിട്ടും. That is t is equal to 0.138 where ER is equal to EL. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് RL ട്രാൻസിയന്റ്. ഇത് അർച്ചനാസ് അക്കാഡമി യൂട്യൂബ് ചാനൽ. ഞാൻ അർച്ചന. ഇന്നിപ്പോ ഞാൻ ചെയ്തത് RL DK ട്രാൻസിയന്റ് ആണ്. എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട്
നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനെ സജസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ആൻസർ ചെയ്ത് തരുന്നതാണ്. അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതിലേക്ക് മെസ്സേജ് ഇട്ടാലും മതി. Then thank you.